ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു എന്താ വിസ്കോസിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? എന്നാ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്താ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ? സേവിയർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ. എന്താണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ സേവിയറിന് മനസ്സിലായത്? അല്ല, ഞാനെന്തായാലും ഉണ്ടായിരുന്നു, ജൂലിയാണ് ഉണ്ടായിരുന്നതല്ലേ, ജെയിമിന് ഉണ്ടായിരുന്നത്. എന്താണ് വിസ്കോസിറ്റി, എന്താ മനസ്സിലായെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് എന്താ മനസ്സിലായെന്ന് പറഞ്ഞാൽ മതി, വേറൊന്നും എനിക്ക് ആവശ്യമില്ല. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്കസ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് മനസ്സിലായത്? നിങ്ങൾക്ക് എല്ലാവർക്കും സോളിഡിനെ വെച്ച് സോളിഡുമായിട്ട് നോക്കുമ്പോഴത്തേക്കും അതിനൊരു ഫിക്ഷണൽ ഫോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഒരു സോളിഡ് മൂവ് ചെയ്യുവാണെങ്കിൽ ആ സോളിഡിന്റെ സർഫസും അത് മൂവ് ചെയ്യുന്ന ഏത് സർഫസ് ആണോ അതിനിടയിലുള്ള ഫോഴ്സ് ഓഫ് എന്താ പറയാ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയാം. അതേപോലെ തന്നെ ഫ്ലൂയിഡിന്റെ കേസിൽ വരുമ്പോൾ സോളിഡിന്റെ കേസിൽ നമ്മൾ പറഞ്ഞ ആ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ സെയിം അനലോഗ് ആണ് എന്ത് ഫ്ലൂയിഡിന്റെ കേസിൽ വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. വിസ്കോസിറ്റി എന്ന് പറയുന്നത് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഫ്ലൂയിഡ്. വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. വിസ്കസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യായിരിക്കും? വിസ്കസ് ഫോഴ്സ് എന്താ ചെയ്യുക? മോഷനെ ഒപ്പോസ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നു, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വിസ്കസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് വിസ്കസ് ഫോഴ്സ് ഉണ്ടാവുന്നത്? ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്, ഈ സിലിണ്ടറിൽ കുറച്ച് വെള്ളമുണ്ട്, ഒരു ഗ്ലാസ് റോഡ് വെച്ചിട്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഒരു ഗ്ലാസ് റോഡ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫ്ലൂയിഡിനെ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യിക്കുകയാണ്. അപ്പൊ മൂവ് ചെയ്യിക്കുമ്പോഴത്തേനും ഇതിന് ചുറ്റുമുള്ള എന്താ ഓരോ ലെയറും ലെയർ ഓഫ് ഫ്ലൂയിഡ് അല്ലെ, ഓരോ ലെയേഴ്സ് ഉണ്ടാവും അല്ലെ ഇതിന് ഫ്ലൂയിഡ്. അപ്പൊ ഇത് ഇവിടെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഈ ലെയേഴ്സ് മൂവ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇതിന്റെ ബൗണ്ടറിയിലേക്ക് വരുമ്പോഴത്തേനും ഇതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞ വരും. നടുക്ക് നല്ല സ്പീഡ്, ബൗണ്ടറിയിലേക്ക് വരുന്തോറും സ്പീഡ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ട്, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഈ ഫസ്റ്റ് ലെയർ താഴേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ലെയർ മുകളിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. തേർഡ് ലെയർ താഴേക്കാണെങ്കിൽ അത് കഴിഞ്ഞുള്ള ലെയർ മുകളിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. കാരണം രണ്ട് ലെയർ മാത്രം നമ്മളൊന്ന് എടുത്ത് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ താഴേക്ക്, സെക്കൻഡ് ലെയർ മുകളിലേക്ക്. കാരണം ഫസ്റ്റും സെക്കൻഡ് ലെയർ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ എന്ത് ചെയ്യും? സെക്കൻഡ് ലെയറിന്റെ സ്പീഡ് കുറക്കാൻ നോക്കും. സെക്കൻഡ് ലെയർ എന്ത് ചെയ്യും? ഫസ്റ്റ് ലെയറിന്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ കുറക്കാൻ നോക്കും. ഫസ്റ്റ് ലെയർ എന്ത് ചെയ്യും? സെക്കൻഡ് ലെയറിന്റെ സ്പീഡ് കൂട്ടാനായിട്ട് നോക്കും. അപ്പൊ ഈ രണ്ട് ഇന്ററാക്ഷനും നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഒരാൾ കൂട്ടാൻ നോക്കുന്നു, മറ്റേ കുറക്കാൻ നോക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഇൻഇഫക്റ്റ്, അവിടെ ഒരു റിച്ചാർഡിങ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പിംഗ് ഫോഴ്സ് അവിടെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അവിടെ ഉണ്ടാവുന്നത്, ഇന്റേണൽ ഫ്രിക്ഷൻ അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ഫ്ലൂയിഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? വിസ്കസ് ഫോഴ്സ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പൊ നോട്ടായിട്ട് എഴുതിക്കോ. Most of the fluids are not ideal ones. Most of the fluids are not ideal ones. ഐഡിയൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. അതായത് നമ്മൾ ഇതില്ല, ഫ്രിക്ഷൻ ഇല്ലാത്ത സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. അത് ഫ്രിക്ഷൻ ഇല്ലാതെ അങ്ങനെ അങ്ങ് പോകും. അത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയിൽ പറയുന്നില്ലേ, when there is no friction what happen? The body will continue moving, അല്ലേ? Continue moving with the same velocity forever and ever. It will not stop its motion. Correct? അപ്പൊ അതേപോലെ തന്നെ ഫ്ലൂയിഡ് ഐഡിയൽ ഫ്ലൂയിഡ് ആണെങ്കിൽ അവിടെ ഫോഴ്സ് ഓഫ് വിസ്കസ് ഫോഴ്സ് അവിടെ ഉണ്ടാവുന്നില്ല. So most of the fluids are not ideal ones and offer some resistance to motion. Most of the fluids are not ideal ones and offer some resistance to motion.
This resistance to fluid motion, this resistance, Jabin, you are not listening. This resistance to fluid motion, this resistance to, you are not listening in the most of the fluids are not ideal ones and offer some resistance to motion. Most of the fluids are not ideal ones and offer some resistance to motion. This resistance to fluid motion is like an internal friction. This resistance to fluid motion is like an internal friction. Analogous to friction. Internal friction. Analogous to friction. When a solid moves on a surface. When a solid moves on a surface. Class ശ്രദ്ധിച്ചിരുന്നോളാം. After the class I will ask question. ഇന്ന് പഠിപ്പിക്കുന്ന എല്ലാത്തിനും question ചോദിക്കും. Analogous to friction when a solid moves on a surface. When a solid moves on a surface. It is called viscosity. It is called viscosity. This force exists when there is relative motion between different layers of fluid. Just ഒന്ന് വായിച്ചു നോക്കി. ലേറ്റ് ആയിട്ട് വന്നവരൊന്ന് എഴുതിയിട്ട് എന്താ മനസ്സിലായെന്ന്. Coefficient of viscosity. Denoted by coefficient of viscosity denoted by eta, which is equal to, or it is defined as the ratio of shearing stress to strain rate, which is equal to F by A divided by B by L, which is equal to FL by AV. Unit is Pascal second, Newton second per meter square. OSU എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൂടിയുണ്ട്. ഞാനിതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന്റെ യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കി. So coefficient of viscosity defined as the ratio of shearing stress to strain rate, which is equal to F by A. That is shearing stress divided by strain rate. Strain rate is delta X by L എന്ന് എഴുതാം, അല്ലെങ്കിൽ B by L എന്ന് എഴുതാം. റേറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ടൈം വരുമ്പോഴാണ് B by L ആവുന്നത്. So FL divided by A. Unit is Pascal second, Newton second per meter square or Poisson. Dimension M L raised to minus 1 T raised to minus 1. M L raised to minus 1 T raised to minus 1. M L raised to minus 1 T raised to minus 1. M L raised to minus 1 T raised to minus 1.
do you mean by viscosity? It is actually the property of the fluid, which is analogous to frictional force experienced or felt by a solid when it is moving on a surface. ഒരു സർഫസിൽ സോളിഡ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുമല്ലോ, അതുപോലെ ഫ്ലൂയിഡിന്റെ കേസിൽ വരുന്ന ഇന്റേണൽ ഫ്രിക്ഷൻ ആണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി മനസ്സിലായി, യൂണിറ്റ് മനസ്സിലായി, ഡയമെൻഷൻ മനസ്സിലായി. ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം കേട്ടോ. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ, ദ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ്. ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ തന്നെ പോയിന്റ് ആണ്. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇതെല്ലാം അങ്ങനെ ചോദിക്കാം. യൂണിറ്റ്, ഡയമെൻഷൻ, അതുപോലെ തന്നെ ഇത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. The viscosity of liquids, the viscosity, JB. The viscosity of liquids decreases with the temperature. The viscosity of liquids decreases with the temperature, while it increases in the case of gases. Why? Viscosity of liquids decreases with the temperature, while it increases in the case of gases. Okay, now let us discuss why it is so. അതായത് when temperature increases in the case of liquid, viscosity എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്. പക്ഷേ ഗ്യാസിന്റെ കേസ് പറയുകയാണെങ്കിൽ it increases with increase in temperature. ഇത് എന്തുകൊണ്ടായിരിക്കും? When temperature increases, what will happen in the case of liquid? When temperature increases, what do you think about the intermolecular force of attraction between the molecules in a liquid? Intermolecular force of attraction കുറയും, because molecules will get more energy to move. അതായത് they will increase the distance of separation, അല്ലെങ്കിൽ intermolecular distance increases and intermolecular force of attraction എന്ത് ചെയ്യും, കുറയും അല്ലേ. അതായത് ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ആൻഡ് ഹൗ ക്യാൻ യു റിലേറ്റ് ഇറ്റ് ടു വിസ്കോസിറ്റി? അതിന് വിസ്കോസിറ്റിയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുമ്പോൾ എന്താണ്, ഫോഴ്സ് കുറയുന്നു. ഫോഴ്സ് കുറയുമ്പോൾ വിസ്കോസിറ്റി കുറയും. ബിക്കോസ് രണ്ട് മോളിക്യൂൾസ് തമ്മിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുകയാണ്. അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ, ഇങ്ങനെ ലിക്വിഡിന്റെ കേസില് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന ഒരു കേസ് എടുക്കുക. ഒരു പ്ലേറ്റിലൂടെ അല്ലെങ്കിൽ സർഫസിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യും. അപ്പൊ നമ്മൾ ഹീറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുകയും, അതായത് ഇത് ആ സർഫസുമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. അപ്പൊ എന്ത് സംഭവിക്കും? വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് കുറവായിരിക്കും. വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസസ് when we increase the temperature in a liquid. ഇനി ഫ്ലൂയിഡ് ഗ്യാസിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? In case of gases, viscosity is increased due to the collision അല്ലെങ്കിൽ diffusion. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക? ഗ്യാസ് ആണെങ്കിൽ ഡിഫ്യൂഷൻ എന്താ? ഡിഫ്യൂഷൻ റേറ്റ് എങ്ങനെയായിരിക്കും? ഡിഫ്യൂഷൻ റേറ്റ് കൂടുകയാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുക? എന്താ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മിണ്ടൂല്ലേ? എന്താ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഇൻസെക്ട് സ്റ്റിക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ സ്മോക്ക് ഈ റൂം മൊത്തം അങ്ങ് വ്യാപിക്കും. ഡ്യൂ ടു ഡിഫ്യൂഷൻ ആണ്. സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ റൂം മൊത്തം വ്യാപിക്കും ഡ്യൂ ടു ഡിഫ്യൂഷൻ. അപ്പൊ എന്താ ഈ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ അറിയാം. അപ്പൊ ഡിഫ്യൂഷൻ കൂടുവാണോ ചെയ്യുന്നത്, കുറയുവാണോ ചെയ്യുന്നത്? when you increase the temperature, ഡിഫ്യൂഷൻ കൂടുവാണ് ചെയ്യുന്നത്. ഡിഫ്യൂഷൻ കൂടുമ്പോഴത്തേനും കൂട്ടിയിടികൾ അതായത് തമ്മിൽ കൊളൈഡ് ചെയ്യാനുള്ള ചാൻസസ് എന്ത് ചെയ്യാണ്, കൂടുവാണ് ചെയ്യുന്നത്. അപ്പോൾ വിസ്കോസിറ്റി എന്താണ് ചെയ്യുന്നത്, കൂടുവാണ് ചെയ്യുന്നത്. മനസ്സിലായോ? എഴുതുക. When temperature increases,
Energy of liquid molecule increases. When temperature increases, energy of liquid molecule increases. Energy of liquid molecules increases. Distance between molecules increases. Distance between molecules increases. Distance between molecules increases. It causes decrease in intermolecular attraction. Decrease in intermolecular attraction. Decrease in intermolecular attraction. Decrease in intermolecular attraction, which reduces viscosity. Which reduces viscosity. Which reduces viscosity. For gases, viscosity is due to collision between gas molecules. Viscosity is due to collision between which reduces which reduces viscosity. For gases, viscosity is due to collision between gas molecules. For gases, viscosity is due to collision between gas molecules. For viscosity ഏറ്റവും കൂടുതൽ when temperature increases, viscosity എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? ലിക്വിഡ്സിന്റെ കേസിൽ കുറയുകയോ ഗ്യാസിന്റെ കേസിൽ വിസ്കോസിറ്റി കൂടുകയും ചെയ്യുന്നു. ഓക്കെ, when temperature increases, viscosity of liquid decreases, where viscosity of gases increases. Understood? മനസ്സിലായോ? എന്തുകൊണ്ടാണ് വിസ്കോസിറ്റി ഉണ്ടാവുന്നത്? Viscosity for gases is due to collision between gas molecules എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് വിസ്കോസിറ്റി ഉണ്ടാവുന്നത് ജൂലിയൻ? വാട്ട് ഈസ് ദ റീസൺ ഫോർ വിസ്കോസിറ്റി? അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സിന്റെ കാരണം എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. എങ്ങനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നത്? ഇങ്ങനെയൊന്നും പറയട്ടെ, എനിക്ക് മനസ്സിലായി. പറ. ഞാൻ ചോദിക്കുന്നു പറഞ്ഞായിരുന്നു, ചോദിച്ചിട്ടേ വിടത്തുള്ളൂ. എന്തുകൊണ്ടാണ് വിസ്കോസിറ്റി ഉണ്ടാവുന്നത്? പഠിപ്പിക്കുന്ന ഇപ്പൊ തന്നെ പഠിച്ചു നോക്കൂ. വെരി ഗുഡ്. When the force acts on the intermolecular space. Liquid surface force acting on the friction. ലിക്വിഡ് സർഫസിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുന്നു? അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് വിസ്കസ് ഫോഴ്സ് ഉണ്ടാവും? ലിക്വിഡ് സർഫസിൽ അങ്ങനെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവാൻ കാരണം എന്താ? എപ്പോഴും അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. റിലേറ്റീവ് മോഷൻ ഉണ്ടാവുമ്പോൾ ഇത് പറഞ്ഞില്ല, ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് തമ്മിൽ എന്തുണ്ട്? റിലേറ്റീവ് മോഷൻ ഉണ്ടാവുന്നുണ്ട്. ഒരു ലെയർ അങ്ങോട്ടാണെങ്കിൽ മറ്റേ ലെയർ ഓപ്പോസിറ്റ് സൈഡില്. അങ്ങനെ റിലേറ്റീവ് മോഷൻ. കണ്ടാ ജെയ്മി പറഞ്ഞത്? റിലേറ്റീവ് മോഷൻ. വർത്താനം പറഞ്ഞാൽ ഒരു ചെവി ഇങ്ങോട്ടാ, എന്നാ ഇയാളാണെങ്കിൽ അങ്ങനെയല്ല, രണ്ട് ചെവി അവന് കൊടുത്തേക്കും. ഇത് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കും. ജെയ്മിന് അങ്ങനെയല്ല. ജെയ്മിന് എത്ര വർത്താനം പറഞ്ഞാൽ ക്ലാസ് ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് എന്റെ ക്ലാസ് അല്ലേ, പിന്നെ മാമിന്റെ ക്ലാസ്. ഈ രണ്ട് ക്ലാസ്സാണ് ജെയ്മിന് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലേ ജെയ്മിൻ? മാമിന്റെ ക്ലാസ്സാണ് എന്റെ ക്ലാസ്സാണ് ഇഷ്ടം? എന്റെ ക്ലാസ്സാണ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ വെറുതെ പറഞ്ഞാണ്, ഇതൊന്നും ശരിയല്ല, ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളാണ്. മെറ്റൽ ബ്ലോക്ക് ഓഫ് ഏരിയ. ക്വസ്റ്റ്യൻ: എ മെറ്റൽ ബ്ലോക്ക് ഓഫ് ഏരിയ. A metal block of area 0.10 meter square, 0.10 meter square is connected to a metal block of area 0.10 meter square is connected to a 0.010 kilogram. 0.010 kilogram mass using a string.
using a string. A liquid with film, a liquid with film thickness of ഒരു ലിക്വിഡ് ഫിലിം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലിക്വിഡ് വിത്ത് ഫിലിം തിക്നെസ് ഓഫ് 0.30 millimeter. 0.30 millimeter. 0.30 millimeter is placed between the block and the table. Is placed between the block and the table. When released, the block moves to the right. When released, the block moves to the right. When released, the block moves to the right. With a constant speed of 0.085 meter per second. Constant speed of 0.085 meter per second. Find eta. Eta means coefficient of viscosity. Find coefficient of viscosity എന്നായിരിക്കും question. എനിക്ക് എഴുതാൻ മടിയായതുകൊണ്ട് ഞാൻ eta എഴുതി. Okay. Find eta. Eta means coefficient of viscosity. Okay. So തന്നിരിക്കുന്ന കാര്യങ്ങൾ measure block of area. A is equal to 0.10 meter square. Mass is given. What is this? Film thickness വന്നിട്ടുണ്ട്. So ഇവിടുത്തെ ഏത് ലെറ്റർ ആണത്? L. L is given. This is V. So according to the equation, eta is equal to FL divided by AB. Eta is equal to FL divided by AB. How will you write F? F is not given directly in the question, but we have mass of the object. How will you convert mass into force? Multiply with the G. Because F is equal to mg. So we can write F equal to 0.010 into 10 into L is equal to 0.30 millimeter. Millimeter in meter. How will you convert? Into 10 raised to minus 3 meter. Divided by area is 0.10 into V is 0.085. Find out the answer. Eta is equal to FL divided by AB.
ഇതെന്താ ബാക്കി ചെയ്യാത്ത ഇതാണ് ആൻസർ. Answer is 3.45 into 10 raised to minus 3 Pascal second. 3.45 into 10 raised to minus 3 Pascal second. Next one, Stokes formula. Stokes law. സ്റ്റോക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിയാണ് ആൻസർ പറഞ്ഞതല്ല. 3.45 ആണ് പറയുന്നത്. ഡിനോമിനേറ്ററിൽ എന്താ ഇത് പോയിന്റുകൾ മാറ്റുക ബൈ മൾട്ടിപ്ലൈങ് വിത്ത് 100 അങ്ങനെ. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, അതേപോലെ തന്നെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. നീ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കും ആൻസർ കിട്ടിയില്ലേ? കിട്ടിയത് നിങ്ങൾ ചെയ്താൽ, ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ ആൻസർ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ചിലരൊക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ആൻസർ പറഞ്ഞത്. ചെയ്തു നോക്കണമെന്നും താല്പര്യമില്ലാത്തതിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയത്തില്ല. എടോ അതാ ചോദിച്ചത്, എന്താ ഇവിടെ പ്രശ്നം? എന്താ 0.010 into 10 into 0.30 into 10 raised to minus 3 divided by 0.10 into ഇവിടെ നോക്കി, ഇതെല്ലാം 1 into 1 വരും, into 3 വരുമ്പോ 3 വരും. 3 into പിന്നെ 1 2 3 4 5 24
റീഡ് ബുക്കല്ലേ എന്ന് വരില്ലേ? ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും 0.35 Thank you.
.35 എന്നാണല്ലോ വരുന്നത്. 0.35 എന്നാണോ നിങ്ങൾക്ക് വന്നത്? നിങ്ങൾക്ക് എന്താ വന്നേ? സേവിയറിന് എന്താ വന്നേ? ഇത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 0.01 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 1 എന്നല്ലേ വരുള്ളൂ. 1 0.1 ഇൻറ്റു 0.3 0.1 ഇൻറ്റു 0.3 0.03 into 10 raised to minus 3 divided by 0.1 into 0.085. ഇവിടെ 0.1 into 0.085 എന്ന് പറയുമ്പോൾ 1, 2, 3, 4. 0.085 അല്ലേ? 18.5 into 1 18.5. പിന്നെ എത്ര പോയിന്റ് മാറ്റണം? 3 plus 4. 3 plus 1 4 points മാറ്റണം. 1, 2, 3. ഡിനോമിനേറ്ററിലെ പോയിന്റ് മാറ്റാനായിട്ട് നമ്മൾ അത്രയും നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. മുകളിലും അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? 300 divided by 18.5 into 10 raised to minus 3. 300 divided by 3.5 എന്ന് തന്നെ വരും. 300 divided by 85 എന്ന് വരില്ലേ ലാസ്റ്റ്? 300 ഇവിടെ ഞാനൊരു പോയിന്റ് മാറ്റം ഉണ്ടായിരുന്നു. 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ 0.03 ഇൻറ്റു 10,000. ഒന്നെങ്കിൽ നിങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും. ഇത് രണ്ടുപേരും കൂടി ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്. ഇത് വെറും സിമ്പിൾ കാര്യമല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 0.03 ഇൻറ്റു 10,000. കുറെ പേർക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാൻ പാടില്ല. കുറെ പേർക്ക് ഇതൊന്നും കാര്യമില്ലാത്തവരങ്ങനെ. അപ്പൊ എന്ത് വരും? 0.03 ഇൻറ്റു 10,000 എന്ന് വരുമ്പോ 300 ഡിവൈഡഡ് ബൈ 85 ഇൻറ്റു 10 to the power minus 3. 300 85 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 3 ഇൻറ്റു 85
ഇതിലേതാ മനസ്സിലാവാ? ചെയ്ത് നോക്കിയാലേ പിള്ളേരെ കിട്ടുള്ളൂ. അതിനൊരു മൈൻഡ് വേണം, അല്ലാതെ എല്ലാം ഇങ്ങ് തന്നോന്നും പറഞ്ഞ് ഇന്നത്തെ കാര്യം. ചിലതൊക്കെ പിന്നെ ടീച്ചേഴ്സിന് വല്ല അറിയാമെന്ന് ചെക്ക് ചെയ്യാവുന്നതായിരിക്കും. എന്തായാലും whatever it is. Stokes law നോക്കാം. Okay, when a body is falling down, so ഒരു സ്ഫിയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോൾ അങ്ങനെ എന്തെങ്കിലും താഴേക്ക് ഇങ്ങനെ വീഴാണെന്ന് ഇരിക്കട്ടെ, ഫ്ലൂയിഡ്. സോ ഇറ്റ് ഈസ് ഓൾസോ ഡ്രാഗിങ് എ ലെയർ ഓഫ് ഫ്ലൂയിഡ് ഓൾസോ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ എയർ എന്ന് പറയുന്ന മീഡിയത്തിലൂടെയാണ് ഈ ബോൾ താഴേക്ക് വരുന്നതെങ്കിൽ ഈ ബോളിന് ചുറ്റുമുള്ള എയറിന്റെ ലെയറിനെ കൂടി എന്ത് ചെയ്യും? ദിസ് ബോൾ വിൽ ഡ്രാഗ്സ് ഡൗൺ. ഓക്കെ, ഈ ബോൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ചുറ്റുമുള്ള എയർ ലെയറിനെയും കൂടി എന്ത് ചെയ്യുന്നു? ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ താഴേക്ക് വരും. ഇനി ഒരു പെർട്ടിക്കുലർ, അപ്പൊ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് വരുമ്പോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? എയർ ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ എയറിന്റെ ഒരു റെസിസ്റ്റൻസ് ഈ ബോളിലേക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊടുക്കുന്നുണ്ട്. ഈ ബോൾ താഴേക്ക് വരുന്നു. ഈ താഴേക്ക് വരുമ്പോഴത്തേനും ഇതിന് ചുറ്റുമുള്ള ലെയർ ഓഫ് എയറിനെയും കൂടി ഇത് എന്ത് ചെയ്യുന്നു? താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ദ എയർ വിൽ ഓഫർ എ റെസിസ്റ്റൻസ് ടു ദ ബോൾ. ഈ ബോളിലേക്ക് എയർ എന്ത് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ബോളിലേക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു റിലേറ്റീവ് മോഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ബിറ്റ്വീൻ ദ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ഫ്ലൂയിഡ് there is a relative motion. ആ റിലേറ്റീവ് മോഷൻ കൊണ്ടിട്ട് അവിടെ എന്തുണ്ടാവും? ഒരു വിസ്കസ് ഫോഴ്സ് ഉണ്ടാവും. ആ റിലേറ്റീവ് മോഷൻ കൊണ്ട് അവിടെ എന്തുണ്ടാവും? ഒരു വിസ്കസ് ഫോഴ്സ് ഉണ്ടാവും. ആ വിസ്കസ് ഫോഴ്സ് ഈ ബോഡിയുടെ മോഷനെ ഒപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ ഉണ്ടാകുന്ന വിസ്കസ് ഫോഴ്സ് ഈ ബോഡിയുടെ മോഷനെ, അതായത് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് സംതിങ് ലൈക്ക് എ ഫ്രിക്ഷണൽ ഫോഴ്സ്. അതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ നേരെ ഒപ്പോസ് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതിന്റെ മോഷനെ ഒപ്പോസ് ചെയ്യാനായിട്ട് അവിടെ ഒരു വിസ്കസ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ സ്റ്റോക്സ് ലോ പറയാണ് ആ വിസ്കസ് ഫോഴ്സ്, നിങ്ങളുടെ ഡെറിവേഷൻ ഒന്നും പഠിക്കാനില്ല, ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെ പറഞ്ഞു പോയിരിക്കുന്നത്. ദാറ്റ് വിസ്കസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു velocity of the body which is falling and the radius of the body and yes and the coefficient of viscosity. എന്തിനോടൊക്കെ പ്രൊപ്പോർഷണൽ ആണ്? വെലോസിറ്റിനോട് പ്രൊപ്പോർഷണൽ ആണ്, ദെൻ റേഡിയസിനോട് പ്രൊപ്പോർഷണൽ ആണ്, അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഇവിടെ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് സ്റ്റോക്ക് യൂസ് ചെയ്ത കോൺസ്റ്റന്റ് 2π ആണ്. 2π eta RV. 2π eta RV is the viscous force. Viscous force ന്റെ ഫോർമുലയാണ് എന്ത്? F is equal to 2π eta RV. F is equal to 2π eta RV. Okay, ഇവിടെ എപ്പോഴാണ് വിസ്കസ് ഫോഴ്സ് ഉണ്ടായത്? when there is relative motion between the different layers of fluid. അപ്പോഴുണ്ടാകുന്ന വിസ്കസ് ഫോഴ്സ് is equal to 2π eta RV. So this is directly proportional to coefficient of viscosity and radius, velocity of the paper. F is equal to Stokes law എഴുതുക. Stokes law F is equal to 2π eta RV. ഒരു ചേഞ്ച് ഉണ്ട്. 2π അല്ല കേട്ടോ, 6π ആണ്. 6π eta RV ആണ്. 6π eta RV. എന്നിട്ട് കോഎഫിഷ്യന്റ് ഇതിന്റെ ഈ ടേംസിനെയൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. വേർ ഈറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം. ആർ ബി. ടെക്സ്റ്റിൽ എനിക്ക് തോന്നുന്നത് എ ആ കൊടുത്തിരിക്കുന്നത് ആറിന് പകരം. വേർ എ ഇസ് ദ റേഡിയസ് ഓഫ് ദി ബോഡി. അപ്പൊ റേഡിയസ് എന്ന് എനിക്ക് തോന്നുന്നത് ആറായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്നുകൊണ്ടാണ് ഞാൻ എ മാറ്റി 6 കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റിൽ എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബി എന്ന് പറയുന്നത് വെലോസിറ്റി സ്ഫെറിക്കൽ ബോഡി. ഒരു സ്ഫെറിക്കൽ ബോഡിയിലാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സ്ഫെറിക്കൽ ബോഡി. Theta is
coefficient of viscosity. Coefficient of viscosity. Okay, അപ്പൊ ഇതിങ്ങനെ താഴേക്ക് വരികയാണ്. താഴേക്ക് വരുമ്പോ at a particular time what happened? താഴേക്ക് ഇതിന്റെ വെയിറ്റ്, that weight will be balanced with the upthrust and viscous force. അതായത് ഇതിന്റെ വെയിറ്റ് mg എന്ന് പറയുന്ന വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. മുകളിലേക്കുള്ള ഫോഴ്സുകളാണ് ഒന്ന് വിസ്കസ് ഫോഴ്സ്, രണ്ടാമത്തെ എന്താണ് അപ്ത്രസ്റ്റ് എന്ന് പറയും. അപ്ത്രസ്റ്റ് അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അപ്രസ്റ്റ് എന്ന് പറഞ്ഞാല് എന്താണ്, മുകളിലേക്ക് കൊടുക്കുന്ന ഫ്ലൂയിഡ് ഈ ഒബ്ജക്റ്റിലേക്ക് മുകളിലേക്ക് കൊടുക്കുന്ന അപ്വേർഡ് ത്രസ്റ്റിനെയാണ് അപ്രസ്റ്റ് എന്ന് പറയുന്നത്. സോ അപ്രസ്റ്റ് ഉണ്ടാവും, വിസ്കസ് ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി സ്പെറിക്കൽ ബോഡി വിച്ച് ഇസ് ഫോളിംഗ് ഡൗൺ. അപ്പൊ ഈ സ്പെറിക്കൽ ബോഡിയുടെ വെയിറ്റും വിസ്കസ് ഫോഴ്സിന്റെയും അപ്രസ്റ്റിന്റെയും സമ്മും കൂടി ആഡ് ചെയ്യുന്നത് മുകളിലേക്ക് പോകുന്ന സം ഓഫ് ദ ഫോഴ്സും താഴേക്ക് വരുന്ന ഫോഴ്സും കൂടി ഈക്വൽ ആകുന്ന ഒരു സ്റ്റേജിൽ ഈ ബോഡിയിൽ എന്ത് ചെയ്യും, ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാവുകയും ദിസ് ബോഡി വിൽ മൂവ് വിത്ത് ദ വെലോസിറ്റി. ദാറ്റ് വെലോസിറ്റി ഈസ് കോൾഡ് ടെർമിനൽ വെലോസിറ്റി. അത് ടെർമിനൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ എപ്പോഴാണ് ടെർമിനൽ വെലോസിറ്റിയിൽ മൂവ്, അതായത് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത്? When this body is moving with a constant velocity, when the weight equals F plus U. F ഉം U ആയിട്ട് സം ചെയ്യുന്നത്, അതായത് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളും താഴേക്കുള്ള അതിന്റെ വെയിറ്റും കൂടി ഈക്വൽ ആവുന്ന സമയത്ത് the body will move with a constant velocity and that constant velocity is called the terminal velocity. ആ constant velocity-നെയാണ് എന്ത് പറയുന്നത്? terminal velocity എന്ന് പറയുന്നത്. And next we are going to derive an expression for terminal velocity. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സെന്റൻസ് എഴുതിക്കോ. സ്റ്റോക്സ് ലോ കഴിഞ്ഞു. ഇനി അതിൽ തന്നെ വരുന്ന ഒരു ടേമാണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. കൺസിഡർ എ സ്ഫിയർ ഓഫ് റേഡിയസ് r and density rho falling in a viscous fluid. വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിലൂടെ ഈ സ്ഫെറിക്കൽ ബോഡി താഴേക്ക് വീഴുകയാണ്. falling in a viscous fluid of density sigma. ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി സിഗ്മ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ബോഡി, ഈ സ്ഫെറിക്കൽ ബോഡിയുടെ ഡെൻസിറ്റി റോ ആയിട്ടാണ് സിഗ്മ. Then W is equal to, we are starting from this condition. So at equilibrium, weight of the spherical body is equal to the sum of the viscous force and the upthrust. അതായത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്റെ എന്താ, അതായത് ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിന്റെ വെയിറ്റ്, അതാണ് അപ്ത്രസ്റ്റ്. അപ്ത്രസ്റ്റ് ഇസ് ഈക്വൽ ടു, ഇതിങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇതിന്റെ വെയിറ്റിനോട് ഈക്വലന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെ ആയിരിക്കും അത് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അതിനെയാണ് ഇവിടെ അപ്ത്രസ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്. സോ W is equal to F plus U. W ന് നമുക്ക് എങ്ങനെ എക്സ്പ്രഷൻ എഴുതാം? W is equal to 4/3 density rho is equal to mass by volume. അല്ലേ? അപ്പോൾ mass is equal to എന്താണ്? So volume of the spherical body 4/3 pi r cube into density of the solid. Density of the solid is rho. Density of the solid rho into, ഇത് മാസേ ആവുന്നുള്ളൂ. അപ്പൊ വെയിറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈസ് ഈക്വൽ ടു വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ഫ്രം സ്റ്റോക്സ് ലോ 6π eta RV plus 6π eta RV plus upthrust. Upthrust എന്ന് പറഞ്ഞാൽ that is equal to the weight of the fluid displaced എന്നാണ്. Upthrust means weight of the fluid displaced from Archimedes principle.
അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതേപോലെ 4/3 പൈ r ക്യൂബ്. Then weight of the fluid displaced ആണ്. So that is equal to volume of the solid multiplied by density of the liquid into g, because it is moving through a viscous fluid. അപ്പൊ ആ viscous fluidന്റെ ഡെൻസിറ്റി ആണ് ഇവിടെ അപ്രസ്റ്റ് ആയിട്ട് എഴുതുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാലും മതി, ഇവിടെ ഈ ഫ്ലൂയിഡ് ആണല്ലോ അതിലേക്ക് അപ്രസ്റ്റ് കൊടുക്കുന്ന ആള്. സോ 4/3 പൈ r ക്യൂബ് സിഗ്മ g. ഇനി എന്ത് ചെയ്യാം? 6 പൈ ഈറ്റ ആർ ഡിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. 6 പൈ ഈറ്റ ആർ ഡി ഇസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. കോമൺ എടുക്കാമല്ലോ. 4/3 പൈ ആർ ക്യൂബ് ഒന്നുകൂടി എഴുതിയേക്കാം. സിഗ്മ ജി മൈനസ് 4/3 പൈ ആർ ക്യൂബ് റോ ജി എന്ന് വരും. Which is equal to 4/3 pi r cube g into sigma minus rho. ഇത് ഈക്വൽ ടു ഇപ്പോഴത്തേക്കില്ല റോ മൈനസ് സിഗ്മ റോ മൈനസ്. ഇനി ഇതിനകത്ത് നിന്ന് വെലോസിറ്റി മാത്രം എടുക്കാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു, അതാണ് നമുക്ക് വേണ്ടത് ഫോർ ടെർമിനൽ വെലോസിറ്റി. സോ ഇത് ടെർമിനൽ വെലോസിറ്റിയുടെ കണ്ടീഷനിലാണ് ഇത് ഈക്വലന്റ് ആവുന്നത്. സോ ദിസ് വെലോസിറ്റി സ്റ്റാൻഡ്സ് ഫോർ ടെർമിനൽ വെലോസിറ്റി v ഈക്വൽ ടു 4/3 പൈ r ക്യൂബ് g ഇൻറ്റു റോ മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ ഇത് താഴേക്ക് വരും. എന്ത് വരും? 6 പൈ ഈറ്റ r. 6 പൈ ഈറ്റ r എന്ന് വരും. ഇത് ക്യാൻസൽ ചെയ്യാം. 5 ക്യാൻസൽ ചെയ്യാം. 2ഉം 6ഉം കൂടി ക്യാൻസൽ ചെയ്തിട്ട് 3 വരും. എന്ത് വരും? 2/9. ഇവിടെ ഒരു 6, ഈ r ക്യൂബും ക്യാൻസൽ ചെയ്ത r² g വരും. r² g ഡിവൈഡഡ് ബൈ റോ മൈനസ് സിഗ്മ the whole divided by eta. So this is the final expression for terminal velocity. VT കൊടുത്തു. terminal velocity 2/9 r² g divided by eta into rho minus sigma. Rho എന്ന് പറയുന്നത് സ്ഫിയറിന്റെ ഡെൻസിറ്റിയും സിഗ്മ എന്ന് പറയുന്നത് ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയുമാണ്. ഒരു സ്ഫെറിക്കൽ ബോഡി വിസ്കസ് ഫ്ലൂയിഡിലൂടെ താഴേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ടെർമിനൽ വെലോസിറ്റി ആണ്. ആർക്കെങ്കിലും ഏതെങ്കിലും പോർഷൻ മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഏതെങ്കിലും സ്റ്റെപ്പ് ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു. എഴുതിയെടുക്കാം. അപ്പൊ എന്താ ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. എന്താ ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഡെൻസിറ്റി ഉള്ള ഒരു സ്ഫെറിക്കൽ ബോഡി ഒരു വിസ്കസ് ഫ്ലൂയിഡിലൂടെ താഴേക്ക് വരികയാണെങ്കിൽ അറ്റ് എ പെർട്ടിക്കുലർ ടൈം വുഡ് ഹാപ്പൻ ഇതിന്റെ വെയിറ്റും മുകളിലേക്കുള്ള അപ്രസ്റ്റും അതുപോലെ തന്നെ വിസ്കസ് ഫോഴ്സും ഈക്വലന്റ് ആവുന്ന ഒരു സ്റ്റേറ്റിലെത്തും. ആ സ്റ്റേറ്റിൽ ഈ ബോഡി എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ താഴേക്ക് വീഴും. ആ കോൺസ്റ്റന്റ് വെലോസിറ്റിനെയാണ് എന്ത് പറയുന്നത്? ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. Problem: the terminal velocity of a copper ball is the terminal velocity of a copper ball. The terminal velocity of a copper ball of radius 2 millimeter. The terminal velocity of a copper ball of radius 2 millimeter falling through a tank of oil. Falling through a tank of falling through a tank of oil at 20 degrees Celsius. Tank of oil at 20 degrees Celsius is 6.5 centimeter second raised to minus 1. Centimeter second raised to minus 1.
Compute the viscosity of the oil. Compute the viscosity of the oil. Compute the viscosity of the oil. Compute the viscosity of the oil at 20 degrees Celsius. At 20 degrees Celsius. Density of oil is uh, 1.5 into 10 raised to 3 kilogram meter raised to minus 3, and density of copper is 8.9 into 10 raised to 3 kilogram meter raised to minus 3. Well, according to the question, density of copper is 8.9. So that is denoted by the symbol rho, and density of the fluid is denoted by sigma. Sigma is equal to ഇത് രണ്ടും തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. റോ എന്ന് പറയുന്നത് കോപ്പർ ആ സ്ഫെറിക്കൽ ബോഡിയുടെ ഡെൻസിറ്റിയും സിഗ്മയായിട്ട് എടുത്തിരിക്കുന്നത് ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയുമാണ്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? terminal velocity is given. V is equal to 6.5 centimeter second raised to minus 1. How will you convert centimeter into meter? 10 to the power minus 2 meter per second. പിന്നെ എന്താ? Radius of the ball is given. R is equal to 2 millimeter, which is equal to 2 into 10 raised to minus 3 meter. Okay, this much is given. According to the formula for terminal velocity, Vt equal to 2 by 9 r square by g divided by eta rho minus sigma. R square g into rho minus divided by eta. And in this question they are asked to find what is the viscosity. So eta should be taken to the left side. Eta is equal to, rewrite the equation in terms of eta. 2 by 9 r square g into rho minus sigma divided by Vt or V. Vt ഇങ്ങോട്ട് വന്നു, terminal velocity താഴേക്ക് വന്നു. Next step is substitution. Equal to 2 by 9 r square. R square is 2 into 10 raised to minus 3 square into 10 into sigma, rho minus sigma. So 8.9 into 10 raised to 3 minus 1.5 into 10 raised to 3 divided by velocity is 6.5 into 10 raised to minus 2.
കിട്ടിയോ? ഏകദേശം വരുന്നത് 1.3 സംതിങ്. അക്യുറേറ്റ് ആയിട്ട് ഇവിടെ 9.8 ഒക്കെയാണ് എടുക്കണമെങ്കിൽ 7.4 7ലേക്ക് കംപ്ലീറ്റ് ചെയ്തു. അതെ അതെ. .8 എടുക്കുവാണെങ്കിൽ 9 സംതിങ് ആണ് തോന്നുന്നത്. പോയിന്റ് തന്നെയാണ്. .3 ആണോ വന്നേക്കണേ? ചെയ്ത് നോക്കുക കേട്ടോ. എത്ര കിട്ടിയേ? ഇത് ഈ സ്റ്റെപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്റ്റെപ്പിൽ മാർക്ക് കിട്ടുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റെപ്പ്. അടുത്തത് സ്ട്രീം ലൈൻ ആൻഡ് ടർബുലൻസ്. സ്ട്രീം ലൈൻ ഫ്ലോ, turbulent, എ ബി സി എന്ന് പറയുന്നത് ഞാൻ സ്ട്രീം ലൈൻ ഫ്ലോ ആണ് വരച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ വെലോസിറ്റി v1 ആയിട്ട് എടുത്തു, ഇവിടെ വെലോസിറ്റി v2 ആണ്, ഇവിടെ വെലോസിറ്റി v3 ആണ്. ഈ എയും ബിയും സിയും പോയിന്റിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതാണ്. ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന പോയിന്റിൽ അതിന് v1 വെലോസിറ്റി ഉണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റിൽ അതിന് v2 വെലോസിറ്റി ഉണ്ട്, സി എന്ന് പറയുന്ന പോയിന്റിൽ അതിന് v3 വെലോസിറ്റി ഉണ്ട്.
അതായത് ഇതിന്റെ മുന്നേ ഉള്ള പാർട്ടിക്കിൾ ഏത് പാത്തിലൂടെയാണോ പോയത് അതേ പാത്തിലൂടെ തന്നെ ഈ പാർട്ടിക്കിളും പോകും. പ്രിസൈഡിങ് പാർട്ടിക്കിൾ ഏത് പാത്തിലൂടെയാണോ പോയത്, അല്ലെങ്കിൽ പ്രിസൈഡിങ് പാർട്ടിക്കിളിന് എ എന്ന് പറയുന്ന പോയിന്റിൽ v1 വെലോസിറ്റി ആണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന പാർട്ടിക്കിളിനും എ എന്നുള്ള പോയിന്റിൽ സെയിം വെലോസിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഫ്ലോയിന് നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയും. മനസ്സിലായോ? അതായത് മുന്നേ പോകുന്ന ആള് ഏത് പാത്തിൽ കൂടിയൊക്കെ പോയാലും ഇയാൾ എന്ത് ചെയ്യാണ്, പുറകെ പോകുന്ന ആൾക്കാരും ആ സെയിം പാത്തിൽ കൂടെ പോവാണ്. എന്ന് പറയുന്ന പോയിന്റിലും ബി എന്നുള്ള പോയിന്റിലും സി എന്നുള്ള പോയിന്റിലും ആ പാർട്ടിക്കിളിന് ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ദ പ്രിസൈഡിങ് പാർട്ടിക്കിൾ. മനസ്സിലായോ? അങ്ങനെയുള്ള ഫ്ലോയിനെയാണ് ഇത് പറയുന്നത് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. എന്നാൽ യൂഷ്വലി സ്ട്രീം ലൈൻ ഫ്ലോ ഒരു ഐഡിയൽ കണ്ടീഷനാണ്, മിക്കതും അങ്ങനെ തന്നെ ആവണമെന്നില്ല. ടർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരാൾ സിഗരറ്റ് വലിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിഗരറ്റ് വലിക്കുമ്പോൾ അതിനകത്തുള്ള സ്മോക്ക് എങ്ങനെയാ പോകുന്നത്? ആദ്യം അതങ്ങോട്ട് നേരെ പോകും, പിന്നെ അതങ്ങോട്ട് എന്ത് ചെയ്യും, വളങ്ങി ഇങ്ങനെ പോകുന്നു, കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഷിപ്പൊക്കെ പോകുമ്പോഴത്തേനും വെള്ളം വേവ്സ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ എയറോപ്ലെയിൻ പോകുമ്പോഴത്തേനും ഉണ്ടാകുന്ന ടർബുലൻസ്, അത് ടർബുലൻസ് എന്ന് തന്നെ പറയാം. നമ്മൾ എയറോപ്ലെയിനിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് പറയാറുണ്ടല്ലേ ഭയങ്കര ടർബുലന്റ് ആണെന്നൊക്കെ പറയാം. അപ്പോൾ ടർബുലന്റ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഇതുപോലെ അല്ലാതെ ഡിഫറെന്റ് വെലോസിറ്റിയിലായിരിക്കും. ഇതിന്റെ മോഷൻ എന്ന് പറയുന്നത് ഇറഗുലർ ആയിരിക്കും, ഡിസോർഡർ ആയിരിക്കും. അങ്ങനത്തെ മൂവ്മെന്റിനാണ് ഇത് പറയുന്നത് ടർബുലൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റഡി മൂവ്മെന്റ് ആണ്, ഓർഡർലി മൂവ്മെന്റ് ആണ്, which we call it streamline. Turbulent means disordered movement or irregular movement, that is turbulent. Just to know, the study of fluid in motion is called the study of fluid in motion is called എന്താണ് പറയാമോ? സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് ഇൻ മോഷൻ, മൂവ്മെന്റിലുള്ള ഫ്ലൂയിഡിനെ കുറിച്ചുള്ള സ്റ്റഡി. ഇത്രയും നാളിപ്പോൾ വിസ്കോസിറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു, ഫ്ലൂയിഡ് നമ്മൾ മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഫ്ലൂയിഡ് നമ്മൾ റെസ്റ്റിലായിരുന്നു. ആ ഫ്ലൂയിഡിൽ റെസ്റ്റിലായിരിക്കുന്ന ഒരു ഫ്ലൂയിഡിലൂടെ വേറൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ ഇത്ര നേരം നോക്കുന്നത്. പക്ഷെ ഫ്ലൂയിഡ് മൂവ് ചെയ്യുവാണ്, അതിനെ കുറിച്ചുള്ള സ്റ്റഡി പറയുന്നത് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഫ്ലൂയിഡ് ഡൈനാമിക്സ്. The study of fluid in motion is called fluid dynamics. Fluid dynamics. Fluid dynamics. Study of fluid in motion is called fluid dynamics. At the pointer, the flow of fluid is said to be streamlined. The flow of fluid is said to be streamlined. The flow of fluid is said to be streamlined. The flow of fluid is said to be streamlined if every particle of the fluid. The flow of fluid is said to be streamlined if every particle of the fluid follows exactly the path of its preceding particle and has the same velocity as that of its preceding particle when crossing that point. I repeat, the flow of fluid is said to be streamlined if every particle of the fluid follows exactly the path of its preceding particle and has the same velocity as that of its preceding particle when crossing that point. ഇവിടെ ഈ v1, v2, v3 വെലോസിറ്റി may or may not be the same ആവാം, ആവാതിരിക്കാം. That depends.
പക്ഷെ ഇവിടെ ഉള്ള ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി whichever particle is that, it will follow the same velocity. എ എന്ന് പറയുന്ന പോയിന്റിൽ v1 വെലോസിറ്റി ആയിരിക്കും. ഇങ്ങനെയുള്ള മൂവ്മെന്റിനെയാണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രീം ലൈൻ. പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രീം ലൈൻ. First point, properties of streamline. First point, the tangent at any point, the tangent at any point of the streamline, the tangent at any point, the tangent at any point of the streamline, gives the direction of velocity, the tangent at any point of the streamline gives the direction of velocity of the liquid or of the fluid at that point. Direction of velocity of the fluid at that point. Direction of velocity of the fluid at that point. Okay, so streamline flow streamline path konde nammal oru point il tangent vachu kayal, that tangent will give the direction of velocity. Velocity direction aayirikku endu kanikkunnathu, tangent at that point will give. Second point, two streamlines cannot intersect. Two streamlines cannot intersect. Two streamlines cannot intersect. Why? എന്തുകൊണ്ടാണ് ഇന്റർസെക്ട് ചെയ്യാത്തത്? ടു സ്ട്രീം ലൈൻസ് ഇതുപോലെ ഇന്റർസെക്ട് ചെയ്യില്ല. എന്തുകൊണ്ടായിരിക്കും? ഇതുപോലെ കൂട്ടിമുട്ടില്ല, ഇന്റർസെക്ട് ചെയ്യില്ല. ഇപ്പൊ ഇത്തിരി മുമ്പ് പറഞ്ഞല്ലോ, വെലോസിറ്റി ആണ് കാണിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ പോയിന്റില് ഇതിന് രണ്ട് ഡയറക്ഷൻ പോസിബിൾ ആയിരിക്കും. ഈ പോയിന്റില് ഇതിന് രണ്ട് ഡയറക്ഷൻ, കാരണം ഇവിടെ നിന്ന് ഇതിന്റെ ടാൻജന്റ് വെച്ച് ഇങ്ങനെ ഇരിക്കും, ഈ പാത്തിന്റെ ടാൻജന്റ് വെച്ച് ഇങ്ങോട്ട് ഇരിക്കും. അപ്പൊ എന്താ, ഒരു പോയിന്റിൽ തന്നെ രണ്ട് ഡയറക്ഷൻ. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. രണ്ട് ഡയറക്ഷൻ വരാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ചൂസ് സ്ട്രീം ലൈൻസ് cannot intersect. അടുത്തത്, at a particular point of streamline, 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 the velocity of liquid is constant. The velocity of liquid is constant. At a particular point of streamline, the velocity of liquid is constant. Fourth point, crowding of streamlines represent, crowding of streamlines represent, crowding of streamlines represent faster flow of the liquid. Crowding of streamlines represent faster flow of liquid. Crowding of streamlines represent faster flow of liquid. Crowding of streamlines represent faster flow of liquid. Next one, turbulent flow. Next one, turbulent flow. Turbulent flow. When velocity of the liquid exceeds, when velocity of the liquid exceeds, when velocity of the liquid exceeds the critical velocity, when velocity of the liquid exceeds the critical velocity, when velocity of the liquid exceeds the critical velocity, the path and velocities of the liquid, the path and velocities of the liquid, the path and velocities of the liquid particles, the path and velocities of the liquid particles begin to change continuously. The path and velocities of the liquid particles begin to change continuously. Begin to change continuously. The path and velocities of the liquid particles begin to change continuously. The flow losses, the flow losses, the flow losses all its orderliness, all its orderliness,
the flow loses all its orderliness and is called turbulent. And is called turbulent. Next one, ഇപ്പൊ ഇതിലൊരു ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്ന ടേം പറഞ്ഞായിരുന്നു. എന്താണ് ക്രിട്ടിക്കൽ വെലോസിറ്റി? The maximum velocity of the particles in streamline. Streamlineൽ ഒരു പാർട്ടിക്കിളിന് അറ്റൈൻ ചെയ്യാവുന്ന മാക്സിമം വെലോസിറ്റി ആണ് ക്രിട്ടിക്കൽ വെലോസിറ്റി. And after it exceeds the critical velocity, the flow becomes turbulent. ക്രിട്ടിക്കൽ വെലോസിറ്റിയിലേക്ക് അപ്പുറത്തേക്ക് വെലോസിറ്റി മാറി കഴിയുമ്പോൾ എന്ത് പറ്റും? പാത്തും വെലോസിറ്റിയും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്ത് ഫ്ലോ എന്തായിട്ട് മാറും? ടർബുലന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ വെലോസിറ്റി? അതിന്റെ എക്സ്പ്രഷൻ ആണ് ക്രിട്ടിക്കൽ വെലോസിറ്റി. ക്രിട്ടിക്കൽ വെലോസിറ്റി Vc is equal to, ഇപ്പൊ എനിക്ക് എന്താ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന്? The maximum velocity അല്ലെങ്കിൽ maximum possible velocity, okay, possessed by a liquid, okay, possessed by a liquid in streamline flow. Streamline flowയിൽ ഒരു പാർട്ടിക്കിളിന് അറ്റൈൻ ചെയ്യാവുന്ന അല്ലെങ്കിൽ പോസസ് ചെയ്യാവുന്ന മാക്സിമം പോസിബിൾ വെലോസിറ്റി ആണ് എന്ത്? ക്രിട്ടിക്കൽ വെലോസിറ്റി. ആൻഡ് ആഫ്റ്റർ ഇറ്റ് എക്സീഡ്സ് ക്രിട്ടിക്കൽ വെലോസിറ്റി ദ ഫ്ലോ ബിക്കം ടർബുലന്റ്. ക്രിട്ടിക്കൽ വെലോസിറ്റിക്ക് മുകളിൽ വെലോസിറ്റി വന്നു കഴിഞ്ഞാൽ ഫ്ലോ എന്താവില്ല? സ്ട്രീംലൈൻ ആവത്തില്ല. ഇറ്റ് ബിക്കം ടർബുലന്റ്. ഓക്കെ, അപ്പൊ സ്ട്രീംലൈൻ ഫ്ലോ ഇറ്റ് റീച്ചസ് എ ക്രിട്ടിക്കൽ വെലോസിറ്റി. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ദ ഫ്ലോ ബിക്കം ടർബുലന്റ്. മനസ്സിലായോ? ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ മാക്സിമം വെലോസിറ്റി അല്ലെങ്കിൽ മാക്സിമം പോസിബിൾ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സ്ട്രീംലൈൻ ഫ്ലോ. സ്ട്രീംലൈൻ ഫ്ലോയിലുള്ള അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിന് അറ്റൈൻ ചെയ്യാവുന്ന മാക്സിമം പോസിബിൾ വെലോസിറ്റി ആണ് ക്രിട്ടിക്കൽ വെലോസിറ്റി, which is given by the equation Vc is equal to, critical velocity Vc equal to nr eta divided by rho where nr represents Reynolds number. ഇതൊരു നമ്പർ ആണ്, റെയ്നോൾഡ്സ് നമ്പർ. പിന്നെ എന്താ ഈറ്റ എന്ന് പറയുന്നത്? എന്താ? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. പിന്നെന്താ? റോ എന്ന് പറയുന്നത് എന്താ? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. Then d is the diameter of the tube. അതായത് ഈ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ട്യൂബിന്റെ ഡയമീറ്റർ ഓഫ് ദ ട്യൂബ്. സോ ക്രിട്ടിക്കൽ വെലോസിറ്റി Vc equal to nr eta divided by rho d. Vc equal to nr eta divided by rho d. The nr stands for a number, a constant, which is Reynolds number. Eta equal to coefficient of viscosity. Rho is the density of the liquid or fluid. D stands for diameter of the tube in which the fluid is flowing. Diameter of the tube. Next one. ഇത് നിങ്ങൾ എന്താണ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ് ടു ക്രിട്ടിക്കൽ വെലോസിറ്റി ദ ഫ്ലോ ബിക്കം സ്ട്രീംലൈൻ ആൻഡ് എബോവ് ക്രിട്ടിക്കൽ വെലോസിറ്റി ദ ഫ്ലോ ബിക്കം ടർബുലന്റ്. അപ്പോൾ അതിന്റെ മാക്സിമം പോസിബിൾ വെലോസിറ്റിയാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്, which can be calculated using this equation Vc equal to nr eta divided by rho d. Then we have equation of continuity. According to the equation of continuity, suppose there is a tube like this.
ഇതിനൊരു ട്യൂബ് ഉണ്ടെന്ന് വിചാരിക്കാം. ദിസ് ഇസ് ഏരിയ A1 ആൻഡ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി V1 ആണ്. ആൻഡ് ഹിയർ ദ വെലോസിറ്റി ഈസ് V2 ആൻഡ് ഏരിയ ഈസ് A2. According to equation of continuity, we can write A1 V1 is equal to A2 V2 equal to a constant. So according to equation of continuity പറയുന്നത് എന്താണ്? A1 V1 velocity multiplied with the area, that will be equal to ഇവിടെ ഇത് പുറത്തേക്ക് വരുന്ന velocity and multiplied with the area of cross section of the tube at that point. So A1 V1 equal to A2 V2, that would be a constant. അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി മനസ്സിലാക്കിയിരുന്നാൽ മതി, അതിന് ഡെറിവേഷൻ ഒന്നുമില്ല. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് during streamlined flow, the non-viscous and incompressible fluid, through a tube of varying cross section, the product of area of cross section and normal fluid velocity remains constant throughout the flow. The area of cross section and normal fluid velocity, that is A1 into V1. So this flow should be streamlined. പിന്നെ ഇത് നോൺ വിസ്കസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിന്റെ കേസിലാണ് ഇത് സാറ്റിസ്ഫൈ ആവുന്നത്. A1 into V1 is equal to A2 into V2, that is equal to a constant. അതാണ് പ്രോഡക്റ്റ് ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് നോർമൽ ഫ്ലൂയിഡ് വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തൊരു പോയിന്റ്, the velocity of flow increases as A decreases. എന്ന് പറഞ്ഞാൽ എന്താ, ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യുന്നു, കൂടുന്നു. നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാവുന്ന എങ്ങനെയാ, നമ്മുടെ ബ്ലഡ് വെസൽ ആർട്ടറീസിലൂടെ അല്ലെങ്കിൽ ബ്ലഡ് വെസലിലൂടെ എന്ത് ചെയ്യും, ബ്ലഡ് പോകുമല്ലോ. അപ്പോൾ ബ്ലഡ് പോകുമ്പോൾ അവിടെ ഈ എന്തെങ്കിലും ബ്ലോക്ക് ഫാറ്റിന്റെ എന്താ കളക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ പോകേണ്ട സ്മൂത്ത് ആയിട്ട് പോകേണ്ട ബ്ലഡ് വെസലാന്നിരിക്കട്ടെ, ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇതില് ഇങ്ങനെ എന്തെങ്കിലും ഫാറ്റ് ഡിപ്പോസിറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേനും ഇവിടെ എന്ത് സംഭവിക്കും, ഏരിയ എന്ത് സംഭവിക്കും, കുറയുമ്പോഴത്തേനും എന്താ, ഇതനുസരിച്ച് എന്താ കൂടുന്നത്, ഏരിയ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, വെലോസിറ്റി കൂടും. അപ്പൊ ഇവിടെ വെലോസിറ്റി കൂടുക ചെയ്യുന്നത്, മനസ്സിലായി. ഇപ്പൊ വെലോസിറ്റി കൂടുമ്പോഴത്തേനും നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നതാണ് ബെർണോളിസ് തിയറം. ഇപ്പൊ വെലോസിറ്റി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രഷർ കുറയും. അപ്പൊ പ്രഷർ കുറയുമ്പോൾ പുറത്തുള്ള പ്രഷർ കൂടുതലും അകത്തെ പ്രഷർ കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങോട്ടൊരു പ്രഷർ കൂടുന്നതനുസരിച്ച് ഇതിങ്ങനെ അടുക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഏരിയ എന്ത് ചെയ്യുക, കുറവാണ്. ഇതിങ്ങനെ ഇങ്ങനെ ഒരു സെക്ഷൻ അവിടെ വരും, കാരണം പ്രഷർ കൂടുതലായതുകൊണ്ട്, പുറത്ത് പ്രഷർ കൂടുതലായതുകൊണ്ട്. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും, ഏരിയ എന്ത് ചെയ്യും, കുറയും. വീണ്ടും ഏരിയ കുറയുമ്പോഴത്തേനും കൂടുതൽ വെലോസിറ്റി ആവും. ബ്ലഡ് പോകുമ്പോൾ കൂടുതൽ വെലോസിറ്റി ആവും. അവിടെ വീണ്ടും എന്ത് സംഭവിക്കും, പ്രഷർ താഴും. അപ്പൊ എന്താ, ഇതിങ്ങനെ ലാസ്റ്റ് ഇതിങ്ങനെ അടുത്തടുത്ത് വന്നിട്ട് ബ്ലോക്ക് ഉണ്ടാവും, അറ്റാക്ക് ഉണ്ടാവും.
അപ്പോൾ അത് നമുക്ക് പഠിക്കാനുണ്ട് ബെർണോളിസ് തിയറം. അതിനകത്ത് അതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. ഇച്ചിരി വലിയ ഡെറിവേഷനാണ്, അത് നമുക്ക് എടുത്താൽ തീരത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്ക്, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. ഇന്ന് പഠിപ്പിച്ചത് വിസ്കോസിറ്റി, ക്വസ്റ്റ്യൻ എഴുതി ഇത് കാണിക്കുന്നവർക്ക് പോകാം. ക്വസ്റ്റ്യൻ an incompressible fluid ഇന്നത്തെ ക്ലാസ് മനസ്സിലായവർക്ക് ചെയ്യാനുള്ളൂ. an incompressible fluid flows steadily through a incompressible ആണ്. ഓർത്തതൊക്കെ എവിടെയാ വന്നേക്കുന്നത്? incompressible fluid flows
steadily through a cylindrical pipe. Flows steadily through a cylindrical pipe, which has radius 2r, which has radius 2r. At point A, and radius r, capital R, 2r in R capital R, 2r at point A and radius capital R at point B. A എന്നുള്ള പോയിന്റിലെ റേഡിയസ് 2r, B എന്നുള്ള പോയിന്റിലെ റേഡിയസ് capital R. Farther along the flow direction. Farther along the flow direction. If the velocity at point A is, if the velocity at point A is small letter v, The velocity of if the velocity at point A is, if the velocity at point A is small letter v, its velocity at point B is, its velocity at point B is dash. Options 2v, 2v, 2v. Option B, B. B തന്നെയായിരിക്കും. 2v, B, V by 2. 2v, V, V by 2, 4v. 4v. ചുമ്മാ പറയല ആലോചിക്കാം. അപ്പൊ ചെയ്ത് കാണിച്ചിട്ട് വെക്കണ്ട. ഓരോരുത്തർ ചെയ്യുക, കാണിക്കുക, പോവുക. last option 4B. ചെയ്ത് കാണിച്ചിട്ട് പോകല. ചുമ്മാ കറക്കി കുത്തി ആൻസർ എനിക്ക് കാണണ്ട. ചെയ്ത് കാണിച്ചിട്ട് പഠിപ്പിച്ചതിനകത്തുനിന്ന് ചോദിച്ചേക്കുന്നതാണ്. ഏത് ഇക്വേഷൻ ആണ്, എങ്ങനെയാണ്, ആരുടെ നോക്കണ്ട. അവരവരുടെ തന്നെ ബുക്ക് മറിച്ച് നോക്കി കണ്ടുപിടിച്ചു. അത് കുഴപ്പമില്ല. അങ്ങനെയെങ്കിലും ആ പേരൊക്കെ ഒന്നും അറിയില്ല. 2v അല്ലേന്നൊന്നും എന്നോട് ചോദിക്കണ്ട. ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കണം എങ്ങനെ 2v കിട്ടിയെന്ന് എനിക്ക് കാണണം. ഏരിയ എന്ന് പറയണത് ഇത് A1 A2 എന്നൊക്കെ പറയണതേ എന്താണ് A1 A2 എന്നൊക്കെ പറയണത് ഏരിയയാണ്. ഏരിയ റേഡിയസ് ആയിട്ട് എടുക്കാവോ എടുക്കാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞു. രണ്ടും ഒന്ന് തന്നെയാണ്. അറിയില്ല. സിലിണ്ടറിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ വരുന്നത് πr²h എന്നാണ്. πr²h എന്നാണ്. അങ്ങനെ ആലോചിച്ചാലും മതി. അവിടെ r² വരുള്ളൂ. ലാറ്ററൽ സർഫസ് ഏരിയ ഇല്ലേ ഇങ്ങനെയുള്ള ഭാഗം. പിന്നെ ബേസ് ഏരിയ ഉണ്ട്. ലാറ്ററൽ സർഫസ് ഏരിയ വരുന്നത് തന്നെ πr² എന്നാണ്. ഏരിയ വരുന്നത് πr² എന്നാണ്. ഇവിടെ r തന്നേക്കുന്നത് എന്തുവാ 2r എന്നാ. അതിന്റെ സ്ക്വയർ. അപ്പൊ അങ്ങനെ ചെയ്തു നോക്കും. എന്നെ കൊണ്ട് തന്നെ പറയും.
ചുമ്മാ റേഡിയസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടത്തില്ല, സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, റേഡിയസിന്റെ സ്ക്വയർ. കാരണം പൈ ആർ സ്ക്വയർ എച്ച് എന്നാണ് സിലിണ്ടറിക്കൽ ഏരിയ എന്ന് പറയുന്നത്. ഓപ്ഷൻസ് എനിക്ക് 2v v v/2 4v കൊണ്ടാ, ബുക്ക് കൊണ്ടാ കാണിച്ചിട്ട് ബുക്കോ, ബുക്ക് കൊണ്ടാ ചെയ്തത് കൊണ്ടുവരുമോ? എന്റെ മാഡം ആണോ വിളിക്കുന്നത്? വാടോ v/4 ആണോ വരുന്നത്? ആൻസർ വരുന്നത് 4v ആണ്. സെയിം ഇക്വേഷനിൽ തന്നെ ഇട്ട് കൊടുക്കേണ്ടത്, സെയിം ഇക്വേഷൻ തന്നെയാണ്. 4v എന്നാണ് ആൻസർ വരേണ്ടത്. ഏതാ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്നത്? a1 v1 is equal to a2v. അതിനകത്തുനിന്ന് a1 എന്ന് പറയുമ്പോൾ നിങ്ങൾ r സ്ക്വയർ 2r സ്ക്വയർ എന്ന് കൊടുക്കുക. ബാക്കി എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും, 4/3 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ 2r സ്ക്വയർ എന്ന് പറയുമ്പോൾ 4r സ്ക്വയർ ഇൻറ്റു v, v1 v ആണ് തന്നിട്ടുണ്ട്, ഈക്വൽ ടു a2 എന്ന് പറയുന്നത് r സ്ക്വയർ ഇൻറ്റു v2 ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്ത ദിവസം വരും. നമ്മുടെ പ്രോബ്ലം അനുസരിച്ച് ഇവിടെ 4v അനന്യ പാരഗ്രാഫ് അല്ല, ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇതല്ലേ ഇതാലേ ഓപ്ഷനിൽ ഉണ്ടാവുക. v2 is equal to 4 സിലിണ്ടറിക്കൽ പൈപ്പ് എന്നാണ്, സിലിണ്ടറിക്കൽ പൈപ്പ് എന്നാണ്. പയ്യാസ്കോളെടുത്താലും തെറ്റി, പയ്യാസ്ക ഇങ്ങനെയുള്ള ഭാഗമല്ല, സർക്കുലർ ആണല്ലോ, അപ്പൊ അങ്ങനെ എടുത്താൽ മതി. പൈ ഇൻറ്റു r1 സ്ക്വയർ, r1 എന്ന് പറയുന്നത് 2r ആണ് കൊടുത്തിരുന്നത്. അപ്പൊ 2r സ്ക്വയർ ഇൻറ്റു v is equal to a2 എന്ന് പറയുന്നത് പൈ ഇൻറ്റു r സ്ക്വയർ ഇൻറ്റു v2. അപ്പോൾ v2 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ v2നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരണം. v2 ഈക്വൽ ടു പൈ ഇൻറ്റു 4r സ്ക്വയർ ബൈ r സ്ക്വയർ. ഇവിടെ പൈ ഇവിടെ പൈയും വെട്ടിപ്പോയി, r സ്ക്വയർ വെട്ടിപ്പോയി. നമുക്ക് ഇവിടെ വീണ്ടും കൂടി വരും.
4b അത് ആ മെത്തേഡിൽ തന്നെ ചെയ്തു തന്നെയാണ്. ഓക്കെ ഓക്കെ ഇപ്പോൾ യെസ് A1 by A2 equal to B1 by B2. ഇത് പയ്യാണ് യൂസ് ചെയ്തത്. മനസ്സിലാക്കാതെ ചെയ്തിട്ട് കാര്യമില്ല, എന്നെ കാണിച്ചിട്ട് കാര്യമില്ല. പൈ ഇൻറ്റു ഇങ്ങനെ ഒരു വലിയ ഒരു കൂടി ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെറിയൊരു സാധനം കൂടി ഇത് പുറത്തേക്ക് വരാം. ഇതിൻ്റെ ഏരിയ നമുക്കൊരു സർക്കിൾ ഷേപ്പാണല്ലോ, ഇത് ഒരുപോലെ. അപ്പോൾ ഞാൻ എടുക്കുന്നത് പൈ ആർ സ്ക്വയർ ആണല്ലോ സർക്കിളിൻ്റെ ഏരിയ. പൈ ഇൻറ്റു R1 എന്നുള്ളത് 2R എന്നാണ് തന്നേക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പോൾ 2R സ്ക്വയർ ഇൻറ്റു അവിടെയുള്ള വെലോസിറ്റി V ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിളിക്കും ഈക്വൽ ടു A2 എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു ഇവിടെ റേഡിയസ് R സ്ക്വയർ ഇൻറ്റു V2. ആ V2 എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ V2 ഈക്വൽ ടു V2നെ നമ്മൾ ലെഫ്റ്റിന് കൊണ്ടുവരാം. ഇതെന്ത് വരും? പൈ ഇൻറ്റു 4R സ്ക്വയർ V ഡിവൈഡഡ് ബൈ ഇത് താഴേക്ക് വരും. പൈ ഇൻറ്റു R സ്ക്വയർ. പൈയും വെട്ടിപ്പോയി, R സ്ക്വയർ വെട്ടിപ്പോയി. നമുക്ക് എന്ത് വരും? 4V വരും.